വള്ളംകളി എന്നത് ആലപ്പുഴക്കാർക്ക് ആവേശമാണ്. എന്നാൽ ജീവന് തുല്യം സ്നേഹിച്ച വള്ളത്തെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്ന ഒരു ചരിത്രം കൂടിയുണ്ട് വള്ളംകളിയുടെ ചരിത്രത്തിൽ. കൊടുപ്പുന്നയിലെ ആ ചരിത്രത്തിലേക്ക്. കുട്ടനാടൻ ജനതയ്ക്ക് വള്ളവും വള്ളംകളിയും ജീവവായു പോലെ ജീവിതത്തോട് എന്നോ അലിഞ്ഞു ചേർന്നാണ്. വള്ളംകളിക്ക് വേണ്ടി മനസ്സും ശരീരവും ജീവിതവും തന്നെ സമർപ്പിച്ച ഒരു ജനതയുടെ സാഫല്യമാണ് നെഹ്റു ട്രോഫി ജലമേള. പുന്നമടയുടെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ് നടന്ന വാശിയേറിയ പോരാട്ടകഥകൾക്കപ്പുറം തങ്ങളുടെ ജീവനെ വിട്ടുകൊടുക്കേണ്ടി വന്ന ത്യാഗത്തിൻ്റെ കഥ കൂടി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തോട് ചേർത്ത് കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. കൊടുപ്പുന്നയിലെ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന കൊടുപ്പുന്ന ചുണ്ടൻ വിൽക്കേണ്ടി വന്ന ത്യാഗത്തിൻ്റെയും കർത്തവ്യബോധത്തിൻ്റെയും കഥ. പ്രദേശത്തെ കുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ഒരു വിദ്യാലയം ഇല്ലാതിരുന്ന കാലം. കിലോമീറ്ററുകൾ നടന്ന പഠനത്തിനായി പോയിരുന്ന പുതുതലമുറയ്ക്ക് വേണ്ടി അവർ ഒടുവിൽ തീരുമാനമെടുത്തു. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ചുണ്ടൻ വള്ളം വിൽക്കുക. അങ്ങനെ ലഭിച്ച തുകയും സർക്കാർ ഫണ്ടും ഒത്തുചേർന്നതോടെ LP സ്കൂൾ ഹൈസ്കൂളായി ഉയർന്നു. കൊടുപ്പുന്നയിലെ ഒരു തലമുറയാകെ അക്ഷരവെളിച്ചം കണ്ടത് ഇന്ന് കാണുന്ന ഈ സ്കൂളിലാണ്. കായലിനെ കീറിമുറിച്ച് കുതിച്ചിരുന്ന കൊടുപ്പുന്ന ചുണ്ടനാകട്ടെ തുഴയെറിഞ്ഞ് കയറിയത് ആ ജനതയുടെ ആകെ ഹൃദയത്തിലേക്കും. ആലപ്പുഴയിൽ നിന്ന് വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.